കൂട്ടുകാരെ ഇതാണ് ഡൈയിങ് പൗഡർ കളർ പൊടി. റെഡ് കളറാണ്. ഷർട്ടിന് റെഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഈ പൊടി അതിലോട്ടിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. തിളച്ച വെള്ളമാണ് കേട്ടോ. പല കമ്പനിക്കും ഉണ്ട് ഇതുപോലത്തെ കളർ പൊടികൾ. ഡ്രസ്സിൽ നല്ല തിളച്ച വെള്ളം, ഷർട്ട് മുങ്ങണ വെള്ളം വേണം കേട്ടോ. ആദ്യം ഇച്ചിരി വെള്ളത്തിൽ വേണം ഇത് കലർത്താൻ. എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് മുക്കാൻ ഉദ്ദേശിക്കുന്ന ഷർട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചൂടോടുകൂടി നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയ ഷർട്ടാവണം. എന്നാലേ ഇതിലോട്ട് കളർ പിടിക്കുകയുള്ളൂ. നല്ല ചൂടായതുകൊണ്ടേ കൈ പൊള്ളാത്ത രീതിയിൽ വേണം കേട്ടോ ഷർട്ടിനെ മുക്കിയെടുക്കാൻ. എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തണം. അങ്ങനെ ഒരു 20 മിനിറ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എടുക്കുക. ചൂടുണ്ടോ നോക്കട്ടെ. കൈ പൊള്ളാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. 20 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. നമ്മൾ ഈ കോട്ടൺ ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് നാളെ കഴിയുമ്പോൾ അതിൻ്റെ കളർ പോകും. കളയാൻ നിൽക്കണ്ട. ഇതിൻ്റെ മെറ്റീരിയൽ നല്ലതാണ്. ഞാനിപ്പോൾ മുക്കുന്ന ഷർട്ടിൻ്റെ, അതുകൊണ്ട് കളയാൻ തോന്നിയില്ല. ഇപ്പോൾ കടയിൽ പല കളർ കിട്ടും കേട്ടോ. റെഡ് കളറ് ഇപ്പം നമ്മൾ ഈ സ്കൈ ബ്ലൂ കളറിൻ്റെ ഷർട്ടായിരുന്നു. അതിന് റെഡ് കളർ മുക്കിയപ്പോൾ കണ്ടില്ലേ. 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു അരപ്പിടി ഉപ്പ് കലക്കി ഒഴിക്കിയതിലോട്ട്. എൻ്റെ കയ്യിൽ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിക്കുക. കണ്ടോ, നമുക്ക് കിട്ടിയ ഷർട്ട് പർപ്പിൾ കളറാണ് കേട്ടോ. സെയിം കളറാണെങ്കിൽ സെയിം കളർ തന്നെ കിട്ടും. ഞാൻ ഉദ്ദേശിച്ചതിനൊക്കെ നല്ല കളർ കിട്ടി. ചൂടാറിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇത് ആങ്കറിൽ ഇതുപോലെ തണലത്തിട്ട് ഉണക്കിയെടുക്കുക. നല്ല കളറാണ് കേട്ടോ. പർപ്പിൾ കളർ, മുന്തിരി കളറൊക്കെ പോലെ ഉണ്ട്. ഇതിൻ്റെ കളർ പൊടി കെമിക്കലൊക്കെ വിൽക്കുന്ന, സോപ്പ് കെമിക്കലൊക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും. ഏത് കോട്ടൺ ഡ്രസ്സും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പൊളിയല്ലേ? എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ.